ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആർക്കും അടയ്ക്കാൻ സാധിക്കാത്ത ഒരു പുതിയ നന്മയുടെ വാതിൽ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. അവിടുന്ന് നിന്റെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. നിന്റെ യാചനകൾക്ക് കർത്താവ് ഇന്ന് ഉത്തരം നൽകാൻ പോകുന്നു. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനകൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ, ഇവയ്ക്കെല്ലാം മുന്നിൽ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതുന്ന ദിവസമാണ് ഇന്ന്. ആരൊക്കെ നിനക്കെതിരെ തിന്മ നിരൂപിച്ചാലും, ആരൊക്കെ നിന്റെ സൽപ്പേരിന് തകർക്കാൻ ശ്രമിച്ചാലും, ഇന്ന് കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്. അവിടുന്ന് നിനക്ക് വേണ്ടി പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് നിന്നിലേക്ക് വർഷിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തി സംഭരിച്ച് ഇന്നത്തെ ദിവസം വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് അവിടുത്തെ വിളി അനുസരിച്ച് വന്ന നാം ഓരോരുത്തരും, കർത്താവിനാൽ അനുഗ്രഹീതരായ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കർത്താവിന് നൽകാൻ കൊണ്ടുവന്നത് എന്താണ്? നിന്റെ ആ വേദനിക്കുന്ന ഹൃദയം കർത്താവിന് കൊടുത്തുകൂടെ? നിന്റെ ദുഃഖിക്കുന്ന ആ മനസ്സ് കർത്താവിന് നൽകിക്കൂടെ? നിന്റെ രോഗബാധമായ ശരീരം ദൈവത്തിന് സമർപ്പിക്കൂ. നിന്റെ തകർന്നുപോയ സ്വപ്നങ്ങളെ കർത്താവിന് സമർപ്പിക്കൂ. ഈ പ്രഭാതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യുന്ന കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും കൂടിയിരിക്കുന്നത്. അതിനാൽ ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ, നീ ഒരു നാളും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ഇന്ന് നിന്റെ മേൽ കർത്താവ് വർഷിക്കും. നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്നൊരു പുതിയ അനുഗ്രഹം നിങ്ങൾക്ക് നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ തന്നെ ഈ പുതിയ പ്രഭാതത്തിൽ നിനക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി വേദനകൾക്കും സംശയങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി വരുത്തി നീ എനിക്ക് സുഖമായ നിദ്ര നൽകി, ശരീരത്തിന് സൗഖ്യം നൽകി. ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ പുതിയ ദിവസം പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കർത്താവേ, നീ ഞങ്ങളെ വിളിച്ചുണർത്തി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഞങ്ങളെ കൂട്ടി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മുൻപിൽ ഇന്ന് നീ ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് മുൻപിൽ ആർക്കും അടയ്ക്കാനാകാത്ത വാതിലുകളെ നീ തുറക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ആർക്കും ഇനി ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല, എന്തെന്നാൽ നീ ഞങ്ങളുടെ മേൽ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ പ്രത്യാശയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്റെ പ്രത്യാശ നിറഞ്ഞ വചനത്തെ ഓർത്ത് ഞങ്ങൾ നിന്നിൽ കൂടുതലായി വിശ്വസിക്കുന്നു, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിലൂടെ സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല എന്ന് ഞങ്ങൾക്ക് നീ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ പ്രാർത്ഥനയുടെ ശക്തി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുന്ന സമയമാണ് എന്ന് നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അടഞ്ഞ വാതിലുകൾ നീ തുറക്കുന്നതായും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത നന്മയുടെ വാതിലുകളെ നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നത് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിലൂടെ നീ സംപ്രീതനായതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് അരുളി ചെയ്ത ഓരോ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എഴുതി സൂക്ഷിച്ച് ഞങ്ങളുടെ പരീക്ഷണ വേളകളിൽ അത് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തന്ന് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ഒരു സഹായമായി, താങ്ങായി, തണലായി നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള സകലരുടെയും നുണകളെ, നിന്റെ നാമത്തിന് എതിരെയുള്ള, നിന്റെ പദ്ധതിക്ക് എതിരെയുള്ള നുണകളെ എന്നേക്കുമായി നീ തകർത്തെറിയണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് സകല ദുരിതങ്ങളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. കർത്താവേ, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്റെ വചനത്താൽ നീ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളിൽ നിന്ന് ദൂരെ എറിയേണ്ടതായ, പിഴുതെറിയേണ്ടതായ ഞങ്ങളുടെ തിന്മകളെ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അതിൽ നിന്നും പുറത്തു വരാൻ ഞങ്ങൾക്കൊരു ശക്തി നൽകണമേ. കർത്താവേ, തെറ്റായ കാര്യം ശരിയെന്ന് ഞങ്ങളുടെ ബോധമനസ്സിൽ തെളിഞ്ഞിരിക്കുന്നത് ഇന്ന് നീ കാണണമേ. ഇന്ന് തെറ്റിനെ തെറ്റായി കാണാനും തിന്മയെ തിന്മയായി കണ്ടകറ്റാനും ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങളുടെ തന്നെ തെറ്റുകളെ ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി അത് തിരുത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ തിരുവചനത്തിൻ്റെ ശക്തിയാലെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാലെ കർത്താവേ, ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നീ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ, നീ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ശക്തി പരിമിതമാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പാപികളാണ്. എന്നാൽ നീതിമാനായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നീതിയാൽ ഞങ്ങളെയും നീതീകരിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും, അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, ഞങ്ങൾ തന്നെ കുട്ടിയടച്ച അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ ജീവിത രീതികൾ, തെറ്റിനെ ശരിയെന്ന് ബോധ്യപ്പെടുത്തി ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ തെറ്റായ ജീവിത മാർഗത്തിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം നൽകി. ഞങ്ങളുടെ തെറ്റായ ജീവിതം കാരണം ഞങ്ങൾ തന്നെ
അടച്ചു കളഞ്ഞ ഞങ്ങൾക്ക് മുന്നിലുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ ഇന്ന് നീ തുറന്നു തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശാരീരിക ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിച്ച് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മാനസിക ആവശ്യങ്ങളിൽ നീ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. ഞങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങളിൽ നീ ഞങ്ങളെ സംതൃപ്തി നൽകണമേ. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഞങ്ങളെ സഹായിച്ച് ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ആവശ്യങ്ങളിൽ നിന്റെ സത്യാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. സകല പരീക്ഷണങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നിന്റെ വചനം, നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച് നിന്നിൽ വിജയം വരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ വിജയകരമായ വലതുകരം ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ വിജയത്തിലെത്തിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്കുള്ള എല്ലാ ബലഹീനതകളെയും ഇന്ന് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കി തന്ന് ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കാൻ, ശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ, ശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ബലഹീനരായ പാപികളായ ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവനും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. പുതിയ പ്രചോദനങ്ങളെ, പുതിയ ആശയങ്ങളെ, പുതിയ നന്മകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് എന്നേക്കും ഞങ്ങളൊരനുഗ്രഹമായി മാറാൻ, ഞങ്ങളുടെ കുടുംബം ഒരനുഗ്രഹമായി മാറാൻ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം നൽകി സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ, മടിയും അലസതയും മാറ്റി കൂടുതൽ അധ്വാനിക്കാൻ കർത്താവേ, നിന്നോട് ചേർന്ന് നിന്ന് നിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ ഇന്നും എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്നെ സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യവും പുനഃസ്ഥാപിക്കട്ടെ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിനക്ക് നൽകി ഒരു ശാശ്വതമായ പരിഹാരം നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് നൽകി ഇന്നും എന്നും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇത് പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.